നമ്മുടെ സതീഷ് മേനോൻ്റെ, കേരളത്തിലെ മുഖ്യമന്ത്രി സതീഷ് മേനോൻ്റെ മച്ചമ്പിയെ പോലെ നടന്ന ആളായിരുന്നു അഖിൽ മാരാർ എന്ന മഹാനായ സിനിമാക്കാരൻ. BMW 20 ലക്ഷം രൂപയുള്ള ബൈക്കിൽ കറങ്ങുന്ന, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ബെൻസ് കാർ സ്വന്തമായി ഉണ്ട് എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന, അതൊക്കെ ഞാൻ പുളുവടിച്ച് കാണുന്നു. ബെൽ ഹെലികോപ്റ്റർ, വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങി സകല ആഡംബരങ്ങളുമായാണ് ഞാൻ ജീവിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോ എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് കോട്ടാത്തല മാരാർ. സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ വരവ് ചെലവ് കണക്കുകൾ ജഗതിയും ശ്രീനിവാസനും കൂടെ പറയും പോലെയാണ്. ഇങ്ങനെ അടിച്ചുവിടും. അത് സാരമില്ല, ഒരുപാട് നുണ പറയുമ്പോ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചേരി പോകും. കാരണം അംബാനി പോലും പറയാത്ത രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ എന്ത് വന്നാലും ശരി BJP-യിലേക്ക് ഇല്ല എന്നതായിരുന്നു ശപഥം. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? വേലി വേണ്ട, സമ്മതമാകാം എന്ന് പറഞ്ഞ കണക്ക് BJP-യിൽ പോകണ്ട, പകരം BJP-യുടെ കൂടെയുള്ള 2020-ൽ ചേക്കേറി. അതെന്റെ രാഷ്ട്രീയ തന്ത്രം. സാധാ മെമ്പറായാലും BMW ബൈക്കിൽ നീലയിൽ കറുത്ത അക്ഷരത്തിൽ ബോർഡ് വെച്ച് കോട്ടാത്തലയിൽ വിലസമായിരുന്നു. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോ കടിച്ചതും പോയി, പിടിച്ചതും പോയതുപോലെ ആയി. നോക്കണേ, ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ? ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വിലായത് ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം.